നമസ്കാരം. ബി.ജെ.പിയെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇന്ത്യയിൽ ലഭ്യമായത് 2019-24 കാലഘട്ടത്തിലാണ്. 303 സീറ്റുകളാണ് 2019 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേടിയെടുത്തത്. എന്നാൽ ആ ഒരു ചരിത്രം അതിനി ഒരിക്കലും ആവർത്തിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ബി.ജെ.പിയെ സംബന്ധിച്ച് അവർക്ക് അത് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ അറിയാവുന്നൊരു കാര്യമാണ്. കാരണം ഇനിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 250 സീറ്റ് പോലും കടക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാജ്യത്ത് ഉടലെടുത്തിരിക്കുന്നത്. എങ്ങനെയൊക്കെ ബി.ജെ.പി ദക്ഷിണേന്ത്യയിൽ കാര്യമായി വോട്ട് ഷെയറും അതോടൊപ്പം തന്നെ സീറ്റും വർദ്ധിപ്പിച്ചാൽ പോലും അവർക്ക് ഉത്തരേന്ത്യയിൽ അതിന് സന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥ നേടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ശക്തി ഏറെക്കുറെ ചോർന്നു പോയിരിക്കുകയാണ്. എല്ലാം കൈവിട്ടു പോയിരിക്കുന്നുവെന്ന് അവർക്ക് സ്വയമേ ബോധ്യപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2019-24 കാലഘട്ടത്തിൽ ബി.ജെ.പി അവരുടെ ആധിപത്യം ദുരുപയോഗിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് നൽകാതെ രാഹുൽ ഗാന്ധിയെ എങ്ങനെയൊക്കെ ഈ രാജ്യത്തെ കോടതികൾ കയറ്റിക്കൊണ്ട് ഉപദ്രവിക്കാൻ സാധിക്കുമോ, എങ്ങനെയൊക്കെ പരിഹസിക്കാൻ സാധിക്കുമോ എന്നതിൽ റിസർച്ച് നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ സമയം രാഹുൽ ഗാന്ധിയെ എങ്ങനെയും അയോഗ്യനാക്കാൻ വേണ്ടിയിട്ട് ബി.ജെ.പി വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ, പ്രത്യേകിച്ച് വളരെ കൃത്യമായി സ്പീക്കർ ഓം ബിർളയെ അതിനായി ഉപയോഗിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള തക്കിട തരികിട പരിപാടികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ദുരുപയോഗം ചെയ്ത്, അതും രാജീവ് കുമാറിനെ കൃത്യമായി വിലയ്ക്ക് വാങ്ങി, അഴിമതി കൃത്യമായി കാണിച്ച്, തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിച്ച് വീണ്ടും സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം കൂട്ടി രാജ്യസഭയിൽ അംഗങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് എന്നുള്ളത് ഇപ്പോൾ തെളിവ് സഹിതം കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് രാജീവ് കുമാർ എന്ന ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബി.ജെ.പിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായിട്ട് കോൺഗ്രസിൻ്റെ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതൊരു ചെറിയ ആരോപണമല്ല. കോൺഗ്രസിൻ്റെ നേതാവായ ജയറാം രമേശിൻ്റെ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണത്തെ അതിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ അതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനോ തയ്യാറാകുമോ രാജീവ് കുമാർ എന്ന ചോദ്യം ഇപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. രാജീവ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം നടത്തിയത് കോൺഗ്രസ് തന്നെയാണ്, പ്രത്യേകിച്ചും ജയറാം രമേശാണ്. ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ അവരെ എതിർത്തുകൊണ്ട് അവഗണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇനി മുന്നോട്ട് ഒരടി പോലും വയ്ക്കാൻ സാധിക്കില്ല എന്ന സാഹചര്യം അതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴായിട്ട് മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നരേന്ദ്രമോദി ഇപ്പോഴും 2019-24 ആ ഒരു ഭരണ കാലയളവിലെ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുകയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ലോക്സഭയിൽ 63 എം.പിമാരെ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യവും കോൺഗ്രസിൽ എം.പിമാരുടെ എണ്ണം അതിൽ വലിയ വർധനവ് ഉണ്ടായി എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയാനായിട്ട് മോദി ഒരിക്കലും ശ്രമിക്കുന്നില്ല. മാത്രമല്ല, പ്രധാനമന്ത്രി കസേരയിൽ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ നരേന്ദ്രമോദിക്ക് അവശേഷിച്ചിട്ടുള്ളൂ എന്ന ആ ഒരു സത്യം, ആ ഒരു യാഥാർത്ഥ്യവും അദ്ദേഹം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞത് താനൊരു അമാനുഷ്യനൊന്നുമല്ലല്ലോ, സാധാരണ ഒരു മനുഷ്യനല്ലേ എന്നാണ്. എന്നാൽ ഇതേ മോദി തന്നെ നേരത്തെ പറഞ്ഞതാകട്ടെ താനൊരു ദൈവമാണെന്ന് തനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ടെന്നാണ്. അതായത് ജനങ്ങളെ വർഗീയപരമായി തരംതിരിക്കാൻ ഏതറ്റം വരെയും ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുശാഗ്ര ബുദ്ധിയാണ്, ഒരു ചാണക്യ ബുദ്ധിയാണ് നരേന്ദ്രമോദിയിൽ ഇക്കാലം അത്രയും തെളിഞ്ഞതെങ്കിൽ ഇപ്പോൾ യാഥാർത്ഥ്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഇനി ബി.ജെ.പിയെ ഒരിക്കലും 4-3 പോയിട്ട് കേവല ഭൂരിപക്ഷത്തിൽ പോലും എത്തിക്കാൻ മോദിയെ സംബന്ധിച്ച് സാധിക്കുകയില്ല. 2 തവണ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തി. EVM തട്ടിപ്പ് ഉൾപ്പെടെ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കുറ്റസമ്മതം തന്നെയാണ് മോദി ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്ന് കോൺഗ്രസിൻ്റെ അഭിപ്രായം ഏറെക്കുറെ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് അതിശക്തമായി തന്നെ ഇടപെടൽ നടത്തുന്നതിനാൽ തന്നെ സുപ്രീം കോടതി രാജീവ് കുമാറിനെതിരെ കേസെടുക്കുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.